അപ്പോൾ അതേ പറഞ്ഞത് കേട്ടല്ലോ, ഇന്നൊരു വമ്പൻ ഷോപ്പിങ്ങിൻ്റെ വ്ളോഗ് വീഡിയോ കേട്ടോ. അതിനെക്കൊണ്ട് മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. സോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഗായ്സ്. അപ്പം ഞാനും എൻ്റെ സീനിയറും പിന്നെ എൻ്റെ ഫ്രണ്ടും എല്ലാവരും കൂടെ ഒന്ന് ഡേ ടു ഡേയിലും കുറച്ചേറെ ഷോപ്പിങ്ങും എല്ലാം കൂടെ ആയിട്ട് ഒരു പ്ലാൻ ഇന്ന് എടുത്തേക്കുമായിരുന്നു. സോ ആ പ്ലാൻ പ്രകാരം ഇന്നൊരു ഒന്നൊന്നര കറക്കമായിരുന്നു. ആ കറക്കത്തിനിടയ്ക്ക് അവസാനമായപ്പോൾ എനിക്ക് നല്ല ജലദോഷവും പനിയായി. ബിക്കോസ് നമ്മൾ ഇതുപോലത്തെ ഒരു കൺട്രിയിൽ പോകും, എസ്പെഷ്യലി പുറത്തോട്ട് ഇറങ്ങുമ്പം നമ്മുടെ നാട്ടിലേക്കാളും ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ ആ ഒരു കാര്യങ്ങൾ വരുമ്പോഴേക്കും ക്ലൈമറ്റ് ചേഞ്ചും കൂടെ വന്നപ്പം എനിക്ക് നല്ല ജലദോഷം പനിയായി ലാസ്റ്റ്. പക്ഷേ നന്നായിട്ട് എൻജോയ് ചെയ്തു. ആദ്യമായിട്ട് കേട്ടോ ഷാർജയിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ ഇത്രയും പുറത്ത് ഇറങ്ങി കറങ്ങുന്നത്. കാരണം മാക്സിമം എല്ലാ പ്രാവശ്യവും എനിക്ക് എന്താ പറയുക വീഡിയോസിൽ ഒന്നും അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നില്ലെന്നല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ഇവിടെ അറിയാവുന്ന ഏരിയാസൊക്കെ ലൈക്ക് സീനിയേഴ്സിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഏരിയാസൊക്കെ അറിയാവുന്നത്. അപ്പം ഞങ്ങൾ അറിയാവുന്ന ഒരാളെ കിട്ടിയപ്പം ശരിക്കും അതങ്ങ് മുതലെടുത്തു മുതലാളി അത് തന്നെ. അപ്പം അതിനുവേണ്ടി ഇന്ന് കറങ്ങുന്നതായിരുന്നു. ആ അറ്റത്ത് നടക്കുന്ന ഒരു ലേഡീനെ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല, ഒരു ബ്ലാക്ക് ജാക്കറ്റിൽ. ആൾ ഞങ്ങളുടെ ഫസ്റ്റ് ഓഫീസറായിരുന്നു. അപ്പം ആൾക്ക് ഒരു മോതിരം മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ മോതിരം മേടിക്കാനുള്ള പോക്കായിരുന്നു ഈ പോക്ക്. നമുക്ക് ഇതാണ് ഗോൾഡ് സുക്കി. അത്യാവശ്യം എല്ലാവർക്കും ഷാർജയിലുള്ളവർക്കറിയാം, ഇവിടെ അത്യാവശ്യം നല്ല ചീപ്പായിട്ട് ഗോൾഡ്സും കാര്യങ്ങളും ഒക്കെ കിട്ടും. അതുമാത്രമല്ല 22-18 ക്യാരറ്റൊക്കെ ഗോൾഡ്സ് കിട്ടും. നമ്മുടെ നാട്ടിൽ പോലും കാണാത്ത പലതരത്തിലുള്ള ഡിസൈൻസാണ്. ഇവിടെയുള്ളവർക്ക് ഇതൊക്കെ ഭയങ്കര എന്താ പറയുക, ഇവർക്ക് ഇതുപോലെ ഭയങ്കര ഹെവി ആയിട്ടുള്ളത് വേണം. നമുക്കതൊന്നും പറ്റില്ല. നമുക്ക് എപ്പോഴും സിമ്പിൾ അല്ലെങ്കിൽ ടെമ്പിൾ വർക്ക്സ് അല്ല വേണ്ടത്. അപ്പം അതുപോലെ പല പല ഡിസൈൻസാണ്. ഞാനപ്പം ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയാണ് ഞങ്ങൾ ഫുൾ വീഡിയോസ് എടുത്തത്. അതുകൊണ്ട് അവസാനമായപ്പോൾ നമ്മൾ എത്തുന്നത് ജോയ് ആലുക്കാസിലാണ്. കാരണം ഇറ്റ്സ് എ വേൾഡ് വൈഡ് ബ്രാൻഡ് ആയതുകൊണ്ട് അവിടുത്തെ ഗോൾഡ് നമുക്ക് വിശ്വസിച്ചെടുക്കാം. ഇവിടെ ഒരുപാട് ഗുജറാത്തീസിൻ്റെ ഷോപ്പുണ്ട്, നമുക്ക് അവിടെ നിന്ന് ചെന്ന് വിശ്വസിച്ചെടുക്കാൻ പറ്റത്തില്ല. സോ ഇതാണ് ജോയ് ആലുക്കാസിൻ്റെ ഷോപ്പ് ഉണ്ട്. എന്ത് രസമാണ്. അവർ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അത്യാവശ്യം ഒരു 800 dirhams 500 dirhams ഓൺവേർഡ്സ് തന്നെ പല പല സ്വർണ്ണങ്ങളുണ്ട്. 22 ക്യാരറ്റ്സ് ഒക്കെ ഉള്ളത് നല്ല അടിപൊളി സ്വർണ്ണമാണ് കേട്ടോ. അപ്പം അവർക്ക് സ്വർണ്ണമൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തോട്ടിറങ്ങി കുറേ നേരം. അതിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഫോർച്യൂണാണ് കണ്ടോ, സീകൾ പോകുന്നത് നല്ല രസമല്ലേ. വല്ലപ്പോഴൊക്കെയല്ലേ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതൊക്കെ പോയി കറങ്ങി. ഇനിയിപ്പോൾ കുറച്ച് നേരം നിങ്ങൾ വ്യൂ ഒക്കെ കാണുക. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത എന്താണ് എങ്ങോട്ടാന്നൊക്കെ പറയും. ഗോൾഡ് മേടിച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായിരുന്നു ഡേറ്റ്സ് മാർക്കറ്റ്. ഡേറ്റ്സ് നല്ല ലാഭത്തിലെടുക്കാൻ പറ്റുന്ന, ഡേറ്റ്സ് മാത്രമല്ല നട്ട്സും നല്ല ലാഭത്തിലെടുക്കാൻ പറ്റുന്ന ഒരു കടകൾ ഒരുപാട് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊരു വലിയൊരു മാർക്കറ്റാണ്. അതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇങ്ങനെ കടകൾ അടുക്കി വെച്ചേക്കുവാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും പോയി പർച്ചേസ് ചെയ്യാം. പക്ഷേ സാറിന് മലയാളീസിൻ്റെ ആ മാർക്കറ്റ് അറിയാമെന്ന് പറഞ്ഞു അങ്ങനെ പോയി പർച്ചേസ് ചെയ്തതാണ്. അവിടെ നല്ല അടിപൊളി ഡേറ്റ്സും കിട്ടും. ഡേറ്റ്സ് നമ്മൾ കണ്ടുകൊണ്ടെടുക്കുന്നതല്ല, നമുക്കത് കഴിച്ചിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നമുക്ക് എടുത്താൽ മതി. ഡേറ്റ്സ് മാത്രമല്ല അവർക്ക് ഇഷ്ടംപടി ചോക്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം കണ്ടു. ഒരുപാട് മലയാളീസിൻ്റെ മാർക്കറ്റ് ഉണ്ട് കേട്ടോ അതിനകത്ത്. ഒരുപാട് ഷോപ്സ് ഉണ്ട്, ഇഷ്ടംപടി ഉണ്ട് ഷോപ്സ്. ഇത് ഞങ്ങൾ ഫസ്റ്റ് പോയ നട്ട്സൊക്കെ മേടിക്കാനുള്ള ഷോപ്പായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡേറ്റ്സ് മേടിച്ചിട്ട് നട്ട്സിലോട്ട് തിരിച്ചു വന്ന് 94 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പ് നമ്പർ 94. ഇവിടെ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 kg ഒക്കെ അത്യാവശ്യം 15 dirhams or 30 dirhamസിലൊക്കെ കിട്ടും. 1 kg തന്നെ മേടിക്കണമെന്നില്ല, നിങ്ങൾക്ക് 1/2 kg ആണെങ്കിലും മേടിക്കാം. അവിടെ ഇത് മാത്രമല്ല, മീൻസ് നട്ട്സ് മാത്രമല്ല ഇഷ്ടം പടി ഈ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് ഓരോ നിങ്ങൾക്ക് എടുത്ത് കഴിച്ചിട്ട് അത് ഇഷ്ടമുണ്ടെങ്കിൽ മേടിക്കാം. ഇതാണ് ഫേമസ് മക്കാഡാമിയ, അറിയാമല്ലോ, അത്യാവശ്യം വൈറൽ വീഡിയോസൊക്കെ എന്നെ കണ്ടിട്ടുണ്ടല്ലോ. ഇത് കീ ഇട്ട് തുറന്ന് അതിനകത്തൊരു വനില ടൈപ്പ് ഒരു സാധനമാണ്. വനില ഒരു ബോൾ പോലെയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരുപാട് ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എനിക്ക് എന്തോരാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാം. അങ്ങനെ അതിൻ്റെ ഷോപ്പിങ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു തക്കടി കിട്ടനൊക്കെ ഉണ്ടോ. എനിക്ക് പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പോകുന്ന വഴിക്കൊക്കെ പൂച്ചേനെ മേടിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ക്യാപ്റ്റനോട് എന്തൊക്കെയോ തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതിൻ്റെയൊക്കെ വീഡിയോസ് എടുത്ത് ഞങ്ങൾ ടയേർഡായി നടക്കുമായിരുന്നു. Hi, say hi like this.
We are having fun in Dubai. Oh no! If we take so much while, it will be in the truck. It's very good weather here in Dubai now. It's very good. ഇതൊരു ബാങ്ക്. അപ്പം ഷോപ്പിങ്സ് ഇനിയുണ്ട് ഡേ ടു ഡേയിലോട്ടാണ്. നേരെ ഡേറ്റ്സും കുറച്ച് ചോക്ലേറ്റ്സും മേടിച്ചു. ദെൻ ദിസ് ഇസ് നട്ട്സ്. കുറേ നട്ട്സ് കിട്ടി. ആവശ്യത്തിലുള്ള എല്ലാ കിലോ വെച്ച് മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ഡേ ടു ഡേയിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ്. ദെൻ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി നാളെ അറിയത്തില്ല എങ്ങനെയാവുമെന്നുള്ളത് നോക്കണം. അറിയത്തില്ല എന്താകുമെന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല കേട്ടോ, അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടോയെന്ന് അറിയത്തില്ലെന്നാണ്. കാരണം ഇപ്പം തന്നെ ഒരു അത്യാവശ്യം നല്ല പൊടി പൈസ അങ്ങ് പൊട്ടിച്ചിട്ടുണ്ട്. എന്നാലും നമുക്കിനി അടുത്ത ഷോപ്പിങ്ങിന് കാശ് വേണ്ടേ. സോ എന്നാൽ അവിടെ ചെന്ന് അത്യാവശ്യം വേണ്ട ഡേ ടു ഡേയിൽ വേണ്ട അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു. ഞാൻ പ്രീവിയസ്ലി ഒരു 5 months മുമ്പാണ് ഷോപ്പ് ചെയ്തോട്ടോ. ഇങ്ങനെ ദിസ് മൈ സെക്കൻഡ് ടൈം. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് വലിയൊരു ട്രോളിയൊക്കെ വലിച്ചുകൊണ്ട് പോന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.